ലഹരി ഉപയോഗത്തിനെതിരായ സന്ദേശവുമായി വരയുത്സവം തീർത്ത് കലഞ്ഞൂർ. കണ്ണാടി സാംസ്കാരിക വേദി ഒരുക്കിയ കലാപ്രവർത്തനത്തിൽ പ്രായഭേദമന്യേ ചിത്രകാരന്മാർ നിറങ്ങൾ ചാലിച്ചു. ഭാവനകൾക്ക് നിറങ്ങളിൽ നീരാട്ട്, മഴവില്ലിൻ അഴകുവിരിച്ച വർണ്ണചാരുത. പ്രകൃതിയും മനുഷ്യനും ജീവജാലങ്ങളും അത്ര അഴകുള്ള രചനകളായി മാറുകയായിരുന്നു. ജീവിത സൗന്ദര്യങ്ങളിലേക്ക് വെളിച്ചം വിതറുന്ന ചെറുവാതായനമായി വരയുത്സവം മാറി. കൺമുൻപിൽ നിറഞ്ഞു നിൽക്കുന്നതിലെല്ലാം സൗന്ദര്യം കാണുക, അതിൽ ലഹരി കണ്ടെത്തുക. ചാലിക്കപ്പെട്ട നിറങ്ങൾ പങ്കുവച്ച സന്ദേശങ്ങൾ നിരവധിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്തൊരു സന്തോഷം, ആൾക്കാർ ഇതിൽ പങ്കെടുക്കാൻ വന്ന അവരുടെ ഒരു ഉത്സവമാണ്. അവർക്ക് കുട്ടികൾ വരയ്ക്കുക, വളരെ പ്രസിദ്ധരായുള്ള ചിത്രകാരന്മാർ അതിനെപ്പറ്റി സംസാരിക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടുംബങ്ങൾ കുട്ടികളുമായിട്ട് സംവദിക്കുക. വളരെ വളരെ സന്തോഷം തോന്നുകയാണ്. കവികളും കഥാകൃത്തുക്കളും എല്ലാം ചേർന്ന സാംസ്കാരിക കൂട്ടായ്മ ലഹരിക്കെതിരായ പോരാട്ടത്തിന് പാഥേയം തീർക്കുകയായിരുന്നു. കലകളുടെ ഉൾക്കൊണ്ണു തുറന്ന് ഇതാ അത് കാണൂ, ആ നാശം കാണൂ, ഈ നാശോന്മുഖതയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള ഒരു സന്ദേശം നീ കാതു തുറന്ന് കേൾക്കൂ എന്നൊക്കെ പറയാൻ കുറച്ച് പേര് വേണ്ടേ, കുറച്ച് കലാകാരന്മാരൊക്കെ വേണ്ടേ. എനിക്ക് തോന്നുന്നത് വരയുത്സവം രൂപപ്പെടുത്തിയ ഈ കർമ്മനിരതരായ സാമൂഹ്യ പ്രവർത്തകരുണ്ടല്ലോ, അവരെ ഞാൻ അങ്ങനെ അഭിനന്ദിക്കാനൊന്നുമല്ല, അവരെ ഉള്ളുകൊണ്ട് അറിഞ്ഞ് ആദരിക്കുകയും പൂജിക്കുകയും ചെയ്യാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് കേട്ടോ. വരയുത്സവം തീർത്ത നിറക്കൂട്ടുകൾ ഇനി പ്ലാസ്ഥാനത്ത് മഠത്തിന്റെ സ്വീകരണ മുറിയിൽ സ്ഥാനം പിടിക്കും. കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ യോഗം ചേർന്ന ഇടമാണ് പ്ലാസ്ഥാനത്ത് മഠം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാലാണ് നമ്മുടെ കൂടെയുള്ളത്. അഭിലാല്, ലഹരിക്കെതിരെ വലിയൊരു പോരാട്ടത്തിലാണ്. ആ ലഹരിയൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് കലയെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ ലൈഫൊക്കെ ഒരുപാട് കളർഫുൾ ആകും. അതല്ലേ ഇതിലെ സന്ദേശവും? ഗാനരചയിതാവ് PK ഗോപി സാർ, അദ്ദേഹം കോഴിക്കോടാണ് സ്ഥിരമായി താമസിക്കുന്നതെങ്കിലും സ്വദേശം പത്തനംതിട്ട ജില്ലയിലെ കൊടുമണാണ്. അദ്ദേഹം നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിൻ്റെ രക്ഷാധികാരി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് കണ്ണാടി സാംസ്കാരിക വേദി. മുൻപ് കലഞ്ഞൂർ മേഖലയിലെ രാക്ഷസമ്പാറയുടെ സംരക്ഷണം എന്നുള്ള വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ സംഘടന ഏറ്റെടുത്ത ക്യാമ്പയിൻ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിന് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും പുതിയ തലമുറയിലെ ഒരു ചെറിയ വിഭാഗമാണെങ്കിൽ പോലും അവർ ലഹരിക്ക് അടിമപ്പെടുന്നു എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെയൊക്കെ തന്നെ മാറി ചിന്തിക്കുന്നതിന് കല ഒരു പ്രധാന മാധ്യമമായി മാറണം എന്നുള്ള ആശയം പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വര ഉത്സവം തന്നെ സംഘടിപ്പിച്ചത്. അതിൽ പങ്കെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാൾ PK ഗോപി സാർ തന്നെയായിരുന്നു. നമുക്ക് അറിയാം, ധനം എന്നുള്ള സൂപ്പർ ഹിറ്റ് സിനിമ, അതിലെ അദ്ദേഹം എഴുതിയ വരികൾ, ചീരപ്പൂവുകൾ കുമ്പ കൊടുക്കുമ്പോൾ എന്ന് തുടങ്ങുന്ന ആ ഗാനം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളൊക്കെ തന്നെ ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം തന്നെ വേദിയിൽ ആലപിച്ചു. ആ പാട്ടിന് വന്നിരുന്നവരൊക്കെ തന്നെ താളം പിടിക്കുകയും അതിൽ ചിലർ അത് ഒപ്പം ചേർന്ന് പാടുകയൊക്കെ ചെയ്ത മനോഹരമായ കാഴ്ചകൾ കൂടി ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. എന്തായാലും പുതിയ തലമുറയെ മാറി ചിന്തിക്കുന്നത് പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് വ്യത്യസ്തമായ ആശയ ആവിഷ്കാരമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനൊക്കെ തന്നെ തീർച്ചയായും. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള എത്ര വാർത്തകളാണ് ഓരോ ദിവസം കേൾക്കുന്നതല്ലേ. അതൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഇപ്പോൾ വരങ്ങളിൽ ആ കൂട്ടുകൾ പോലെ ആ നിറങ്ങളെല്ലാം തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലഹരിയെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കാം. ശരി അഭിലാൽ.